ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്മരിപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സച്ചിയുടെ രേവതിയുടെയും എല്ലാം തന്നെ പിണക്കങ്ങളൊക്കെ മാറിക്കൊണ്ട് നല്ലൊരു എപ്പിസോഡിലൂടെയല്ല കടന്നു പോകും. നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് വലിയൊരു പൂമാലയുടെ ഓർഡർ പിടിക്കുകയും അതിൽ നിന്നും വലിയൊരു വരുമാനം തന്നെ നമ്മുടെ രേവതിക്ക് സ്വന്തമായി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്ത് നമ്മുടെ ശ്രുതിക്കും ചന്ദ്രയ്ക്കും തീരെ പിടിക്കുന്നില്ല. കാരണം നമ്മുടെ രേവതി ഒന്ന് നന്നാവുന്നത് 3 പേർക്കും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പൂമാല കെട്ടുന്നതിനിടയിൽ എല്ലാവരെയും നിരുത്സാഹപ്പെടുത്തുന്ന രീതിക്കൊക്കെ ചന്ദ്ര പെരുമാറുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പൂമാല തൻ്റെ വീട്ടിൽ വെച്ച് കെട്ടാനായിട്ട് സമ്മതിക്കുകയില്ല എന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറയുന്ന സമയത്ത് രവിയാണല്ലേ നമ്മുടെ രേവതിക്കും ബാക്കിയുള്ളവർക്കും നല്ല സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കും അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചധികം പ്രഷർ ചെലുത്തുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ട് പൂക്കളും മറ്റും മേടിച്ചുകൊണ്ട് വരികയാണ് സച്ചി. അങ്ങനെ പൂമാലയെ കെട്ടി നമ്മുടെ രേവതി പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ പറഞ്ഞ അനൂപിന്റെ അടുത്ത്, അതായത് നമ്മുടെ പാർട്ടിക്കാർ ഒരു 500 പേർക്കുള്ള കല്യാണം നടത്തുന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ നമ്മുടെ ആരുടെ ചെറിയൊരു ചതിയൊക്കെ നമ്മുടെ സച്ചിക്കും രേവതിക്കായിട്ട് ഒരുക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ സച്ചി രേവതി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സച്ചിയും രേവതിയും കെട്ടിക്കൊണ്ടുവന്ന പൂമാലയുടെ ആ ഒരു വണ്ടി നമ്മുടെ ആന്റണി മോഷ്ടിക്കുകയും പിന്നീട് സച്ചി തൻ്റെ ഓട്ടോ സുഹൃത്തുക്കൾ വഴി ആ ഒരു വണ്ടി കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വേണുഗോപാൽ സർ അദ്ദേഹം സച്ചിയെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. അവൻ എതിർപ്പാർട്ടിക്കാരൻ്റെ ആളാണ്, അവൻ മനഃപൂർവ്വം പൂക്കൾ കൊണ്ട് തരാത്തതുമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി മലയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ആക്കി വിടുകയാണ്. എന്നാൽ സച്ചിയുടെ രേവതിയുടെ പ്രശ്നങ്ങൾ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനിടെ നമ്മുടെ മഹിമ വർഷയെ ശ്രീകാന്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചില പദ്ധതികളും പ്ലാനിങ്ങൊക്കെ തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കഴിവാക്കുന്നത് നമ്മുടെ സച്ചിയെ തന്നെയാണ്. സച്ചി മുഖാന്തരം തന്നെ, അതായത് സച്ചിയുടെ ആ ഒരു നേച്ചർ എന്ത് പറഞ്ഞാലും വേഗം ദേഷ്യപ്പെടുകയും മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടുകയും ചെയ്യുന്ന ആ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ വർഷയെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് മഹിമയുള്ളത്. അതിനു വേണ്ടിയിട്ട് വർഷയുടെ താലി പിരിച്ച് മാറ്റി ചടങ്ങ് അത് വളരെ ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രയെ കണ്ട് സംസാരിക്കാനായിട്ട് വരികയാണ് മഹിമ. അതേസമയം തന്നെ പറയുന്നുണ്ട് ഈ ഒരു ചടങ്ങിന് സച്ചി വരരുത്, സച്ചി വന്നു കഴിഞ്ഞാൽ ചടങ്ങ് അലങ്കോലമാകും, അതുകൊണ്ട് തന്നെ സച്ചി വരാതിരിക്കണം നോക്കുന്നത് ചന്ദ്രയുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെ മഹിമ പറയുന്ന സമയത്ത് ചന്ദ്രയും അത് ശരിയാണെന്ന് വെക്കുകയാണ്. കാരണം ചന്ദ്രയ്ക്ക് നമ്മുടെ സച്ചിയെ ഇഷ്ടമല്ലല്ലോ. സച്ചിയെ എവിടെ നിന്നൊക്കെ ഒഴിച്ചു മാറ്റാൻ നിർത്തോ അവിടെ നിന്നെല്ലാം തന്നെ ഒഴിച്ചു മാറ്റുക എന്നത് തന്നെയാണ് നമ്മുടെ ചന്ദ്രയുടെ ഉദ്ദേശവും. അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര മഹിമയോടായിട്ട് പറയുന്നത്, എന്തായാലും വർഷയുടെ കല്യാണത്തിന് തൊട്ട് മുന്നേ നടന്നാലുള്ള ശ്രുതിയുടെയും കല്യാണം അവരുടെ ഈ ഒരു ചടങ്ങ് നടത്തിയിട്ടില്ല, അതുകൊണ്ട് ഈ 2 ചടങ്ങും ഒരുമിച്ച് നടത്താം എന്നൊക്കെ മഹിമയോട് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് മഹിമ സമ്മതിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും വർഷയുടെയും ആ ഒരു ചടങ്ങ് അന്നേ ദിവസം തന്നെ നടത്തുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര ഒരു കണ്ടീഷൻ നമ്മുടെ ശ്രുതിയോടായിട്ട് വെക്കുന്നുണ്ട്. കാരണം ഈ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടാവണം, അതല്ല എന്നാണെങ്കിൽ നീ ഇത്രയും ആളും കള്ളം പറഞ്ഞതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കും. പിന്നീട് ഈ ഒരു ചന്ദ്രയായിരിക്കും നീ കാണുന്നതെന്നൊക്കെ നമ്മുടെ ശ്രുതിക്ക് താക്കീത് നൽകുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ മഹിമ ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെ ശ്രുതിയും ചിന്തിക്കുകയാണ്. അതായത് സച്ചിയെ വെച്ചുകൊണ്ട് തന്നെ സച്ചിക്ക് കുറച്ച് മദ്യം നൽകുക, ആ സച്ചിയെ വെച്ചുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഈ ചടങ്ങും മുടങ്ങുകയും പിന്നീട് തൻ്റെ അച്ഛൻ ആ ഒരു വിവരം അറിഞ്ഞുകൊണ്ട് ഫ്ലൈറ്റ് വന്നിറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു പോയി എന്നൊക്കെ ഒരു കള്ളങ്ങളൊക്കെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടെ മീരയും കൂടി തയ്യാറാക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് മറ്റൊരാൾ നമ്മുടെ ശ്രുതി മീര മുഖാന്തരം ഇറക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ മഹിമയും നമ്മുടെ സച്ചിയെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ ആളെ കൊണ്ടുവരികയും അദ്ദേഹത്തെ കൊണ്ട് സച്ചിയുടെ കാലിൽ പിടിച്ച് ചവിട്ടി ഞെരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ സച്ചി പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ രേവതിക്കായിട്ട് വാക്ക് കൊടുക്കുന്നുണ്ട്, ആ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും താനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുകയില്ല, ഞാനായിട്ട് ഈ ചടങ്ങ് അലങ്കോലമാവാനും പോകുന്നില്ല എന്നൊക്കെ വാക്ക് പറയട്ടെ. അങ്ങനെ നമ്മുടെ രേവതിയുടെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് സച്ചി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. മാത്രമല്ല പല പല പ്രശ്നങ്ങൾ ഇതിനിടയിൽ, അതായത് സച്ചിയെയും രവിയെയും ഭക്ഷണം കഴിക്കാൻ കൊണ്ടിരുത്തുന്ന സമയത്തും ഈ മഹിമയും മധുസൂദനങ്ങളും കൂടി ചെറിയ ചെറിയ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെ ആവുകയാണ്. അപ്പോൾ ഇതിനിടയിൽ വരുന്ന ഒരു ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്, നമ്മുടെ മഹിമയും അതുപോലെ ചന്ദ്രയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാവുന്നൊരു ഭാഗം വരുന്നുണ്ട്. അത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർഷയ്ക്ക് ഈ ഒരു മാല പിരിച്ച ചടങ്ങിന് മുന്നേ തന്നെ പൂമാല കഴുത്തിലിട്ട് കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് കേരള തനിമയിൽ തന്നെ മോൾ അണിഞ്ഞൊരുങ്ങി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ മഹിമ തുളസിമാലയാണ് വർഷയ്ക്കായിട്ട് കൊണ്ടുവരുന്നത്. എന്നാൽ ചന്ദ്രയാകട്ടെ കുറച്ചും കൂടി ഒരു മോഡേൺ ആയിട്ടുള്ള മാല കൊണ്ടുവരുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്. അത് മഹിമ പറയുന്നുണ്ട്, ഈ ഒരു ചടങ്ങ് എൻ്റെ ആഗ്രഹത്തിന്, അതായത് നടത്താനാണ് എനിക്ക് താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹാളിൽ വെച്ച് നടത്തിയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് മഹിമ നേരത്തെ പറഞ്ഞത് ഞാൻ സമ്മതിക്കില്ലായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തിയേനെ, എന്തായാലും ഈ ഒരു പൂമാലയാണ് മോൾ ഇടാൻ പോകുന്നത്, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ ചന്ദ്രൻ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മോളെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അണിഞ്ഞിറങ്ങണമെന്ന്, ഇത് ഞങ്ങളുടെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ കൂട്ടിയാൽ മതി, പിന്നെ ചന്ദ്രയ്ക്ക് 2 വേറെ മക്കളും കൂടി
ഉണ്ടല്ലോ അവരുടെ ചടങ്ങ് നടക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് ചന്ദ്രയുടേതായ രീതിക്ക് പൂമാല ഇടിയിക്കാം. ആകെ ഒരു മോളാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് വേണം മോള് പൂമാല ഇടാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് പറ്റില്ല മഹിമേ, എൻ്റെ വർഷ ഇപ്പോൾ എൻ്റെ മരുമകളാണ്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിക്കാണ് അവളെ അണിയിച്ചൊരുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന പൂമാല തന്നെയാണ് അവളെ അണിയിച്ചെടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവന്ന പൂമാല വേണം അവൾ കഴുത്തിലിടാൻ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുകയാണ്. അങ്ങനെ ചന്ദ്രയും മഹിമയും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിലേക്ക് ആവുകയാണ്. ഈ കാഴ്ച കാണുന്ന സമയത്ത് വർഷ വേഗം എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾ ഈ ചടങ്ങ് കൂടാൻ വേണ്ടി വന്നാണ്, വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നാണ്? അമ്മ കൊണ്ടുവന്ന തുളസിമാലയും കാട്ടി ഞാൻ കഴുത്തിലിടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മഹിമയുടെ കയ്യിൽ നിന്ന് തുളസിമാല എടുത്ത് കഴുത്തിലിടുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് അടി കിട്ടുന്ന ഒരു അവസ്ഥയാവുകയാണ്. എന്നാൽ മഹിമയ്ക്ക് ഭയങ്കര സന്തോഷമാവണ്ട. കാരണം തൻ്റെ മകൾ തന്നെ ധിക്കരിക്കാതെ താൻ കൊണ്ടുവന്ന മാല ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചല്ലോ. അതുമാത്രമല്ല ആ ഒരു സമയത്ത് ചന്ദ്ര ഒന്ന് കൊച്ചാക്കാൻ സാധിച്ചു. ആ ഒരു സന്തോഷത്തിലാണ് മഹിമയുള്ളത്. പെട്ടെന്ന് തന്നെ വർഷ പറയുന്നുണ്ട്, ആൻറ്റി കൊണ്ടുവന്ന പൂമാലയും കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് മഹിമ കൊണ്ടുവന്ന പൂമാലയുടെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ തന്നെ ചന്ദ്ര കൊണ്ടുവന്ന പൂമാല ഇടുക. അങ്ങനെ 2 പൂമാലകൾ ഇട്ടുകൊണ്ടാണ് നമ്മുടെ വർഷം നിൽക്കുന്നത്. പറയുന്നുണ്ട്, ഈ ഒരു ചടങ്ങിൽ 2 പൂമാല ഇടാൻ പാടില്ലെന്ന് എങ്ങും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു ചടങ്ങിന് ഞാൻ ഈ 2 പൂമാലയും ഇട്ടുകൊണ്ടായിരിക്കും ഇറങ്ങുന്നത്. എനിക്ക് നിങ്ങൾ 2 പേരും ഒരേപോലെ തന്നെ, ആരെയും ഞാൻ വെവ്വേറെ കണ്ടിട്ടില്ല. 2 പേരോടും എനിക്ക് ഒരേ രീതിയിൽ തന്നെയാണ് സ്നേഹം എന്നൊക്കെയാണ് വർഷ പറയുന്നത്. കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ മഹിമയ്ക്കും ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷ കൃത്യമായി തന്നെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ചന്ദ്രയുടെയും മഹിമയുടെയും വഴക്ക് അവിടെ വെച്ച് തീർക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.